ഞങ്ങൾക്ക് അത്യപൂർവമായ ഒരു മീനിനെ കിട്ടി. അപ്പം നാട്ടിലെത്തിയിട്ട് 2ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുളത്ത് പോവാ. നാട്ടിലെ 2-4 കുളമുണ്ട്. അപ്പം 3-4 കുളത്തിലും പോയി നോക്കുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ അജണ്ട. ക്രൗഡിന്റെ ശല്യം നോക്കിയിട്ട് ക്രൗഡ് എവിടെയാണ് കുറവ് അവിടെയാണ് ഇറങ്ങുന്നത്. കണ്ണംകുളമുണ്ട്, മടത്തുംകുളമുണ്ട്. ഞങ്ങളെ കുളിസീൻ എക്സ്പോസ് ചെയ്തു. അതന്നെയല്ലടാ ഇത് ഞങ്ങളെ കുളിസീനാണ്. അപ്പം കുളത്തിന് കാണാം ഗായ്സ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് മടത്തുംകുളത്തിലല്ല, കണ്ണംകുളത്തിലാണ്. മാറിപ്പോയതാടാ, ചൂടാവല്ലേ. അപ്പം കണ്ണംകുളം വൈബ് ആസ്വദിക്കാൻ ഞങ്ങൾ പോവാണ് ഗായ്സ്. ഇതാണ് കുളം. ഇവിടെ കാണുന്നത് മൊത്തം ചണ്ടിയാന്ന് വിചാരിക്കരുത്, ചണ്ടി തന്നെയാണ്. പക്ഷേ ഇവിടെ ഫുൾ പായലായിരുന്നേ. ആ പായൽ മൊത്തം കോരി കൊണ്ടിട്ടാ. കാരണം കുളിക്കുമ്പോഴേ കാലിലൊക്കെ കുടുങ്ങിയിട്ട് ആൾക്കാർ പെട്ടു. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്ത് ഫുൾ ചണ്ടിയും വാരി പുറത്തേക്ക് ഇട്ട്. ഞാൻ കുറെ കാലത്തിന് ശേഷം തുടങ്ങി വരണേ. കുളക്കോയിനെ പിടിക്കാൻ പാടില്ല. കാരണം എന്താ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കിളിയാണ്. ആ പക്ഷി രണ്ടൊന്നല്ലേ, ബേഡ് പക്ഷിയാണ് കുളക്കോഴി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചും കൂടി വൈബ് വേണം. ഈ തുടരൂരിൽ നിന്നല്ലേ, തുടരൂരാണ് പറഞ്ഞത്. വൈബ് നിന്റെ അച്ഛൻ കൊണ്ടുവരാ. ശരി, ഞങ്ങൾക്ക് ഈ വൈബ് പോരാ. അപ്പം ഇതിനെക്കാട്ടി വൈബുള്ളൊരു അടിപൊളി സ്ഥലം ഞങ്ങൾക്ക് പ്രസാദം കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പം അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. നാട്ടിലെ പ്രധാന കുക്കാണ്. പാരമ്പര്യമായിട്ടാണ് മൂപ്പര് ഈ വേദിയിലേക്ക് കടന്നു വന്നത്. അതെ, ഒരു 10 പേർക്ക് ടച്ചിങ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ വേദിയിലേക്ക് മൂപ്പര് കടന്നു വന്നത്. ഞങ്ങളാണത് തിന്നാറ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുളത്തിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേണം നടന്നിട്ട് വേണം കുളത്തേക്ക് പോകാൻ. കുറച്ചേരായി നടക്കണല്ലേ. കുളം എത്താനായി തൊട്ടടുത്ത അമ്പമ്പ ഗൂഗിൾ മാപ്പാണ് എൻ്റെ ബാക്കിലുള്ളത്. നാട്ടിലെല്ലാ സ്ഥലവും പറയാം, എല്ലാ വീടും പറയാം, എല്ലാ സ്ഥലവും പറയാം അല്ലേ. ഓവർ പണി എടുക്കരുതെന്നാണ് പ്രസാദ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഓൾറൗണ്ടർ ആയതുകൊണ്ട് എല്ലാ പണി എടുക്കണോണ്ട് എല്ലാ ആൾക്കാരും വിളിച്ചിട്ടുണ്ടോ. അല്ല, പിന്നെ മൂപ്പർക്ക് ഇതുണ്ട് കേട്ടോ. മൂപ്പര് എന്തേനി നമ്മളെ കഫേ ഉണ്ട് മൂപ്പർക്ക്. എന്ത് ചെയ്യും, പ്രസാദിനെ ഇങ്ങനെ പുകഴ്ത്തി വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു മനോധർമ്മമാണ്. ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയ ശേഷം കുറച്ച് മലയാളം കടുകട്ടി മലയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് കുളം എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുളം. പ്രസാദം ചാടിന വീഡിയോ എടുക്കുന്നത് ട്രഡീഷണൽ ആണ്. ആൽമരണ്ട്, പിന്നെ ഇച്ചിരി ഒന്ന് വെട്ടി ഇതാക്കിട്ടുള്ളൂ. അതെ, നല്ല ആൽമരായിരുന്നു. ഇപ്പൊ ഒന്ന് ക്ലീൻ ആക്കി. 35ഓടെ ഈ ആൽമരം വലുത് ആലൊക്കെ വന്ന് നമുക്ക് ആൽമ പിടിച്ച് തൂങ്ങിങ്ങാണ്ട് ഇതിലേക്ക് ചാടാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ പ്ലാൻ ചെയ്തല്ലേ. പ്രസാദാചാര്യോ നടുപ്പുറടിച്ചു വീട്. ഞാൻ ജിം പോയി വന്നതാണ്. അപ്പം ഞാൻ ഈ ഡ്രസ്സോട് കൂടിയാണ് ചാടാൻ പോണേ. അപ്പൊ അമ്മയ്ക്ക് എളുപ്പമാവും. ട്രഡീഷണൽ മീൻ പിടുത്തം, എല്ലാം ട്രഡീഷണൽ. ചെറുപ്പത്തിൽ ഉപയോഗിച്ച ട്രിക്കാണിത്. പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ പിടിക്കണമെങ്കിൽ ഇത് മാറി സഹായം ഇല്ലാതെ ഇതിങ്ങനെ കെട്ടിക്കണ്ട് പല കഴിവുകളുണ്ട്. ഞങ്ങൾ ഓവർ ടാലന്റഡ് ആണ്. കഴിവേറികളായിട്ട് ട്രഡീഷണൽ ഫിഷിംഗ്. പക്ഷെ ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഇത് ഇതിലേക്ക് റിലീസ് ചെയ്യേ. ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കാനായി ഫിഷിങ്ങില്. പുഴയെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇതിലെങ്കിലും കിട്ടട്ടെ വെച്ചു. ഞങ്ങൾക്ക് അത്യപൂർവമായ ഒരു മീനിനെ കിട്ടി. അതും ചെറിയ ജനറ്റിക് ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തോ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ജനറ്റിക് ഡിസോർഡർ. അപ്പം ആ മീനെ ഞങ്ങൾ കാണിച്ചു തരാം. റയറാണ് കേട്ടോ, വളരെ. ബാക്ക് ക്യാമറ ആക്കട്ടെ. കുറച്ച് ആ മീനെ കുറച്ച് വെള്ളം കൊടുത്തു പ്രസാദ. കണ്ട അതിന്റെ ചിറകിന്റെ സൈഡിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. എന്താ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് രക്ഷിക്കാൻ വേണ്ടി പറിച്ചിട്ടാണെന്നുണ്ട്. പക്ഷെ അത് അതിന്റെ അല്ല, അത് ചിലതുണ്ടോ ഈ പാരസൈറ്റ്സോ എന്താ പറയും. അത് പാരസൈറ്റ്സ് അല്ല, പാരസൈറ്റ്സ് ചെള്ളല്ലോ. അതിന്റെ കൂടെ ഉള്ള ഞാൻ തോന്നുന്നു ഞങ്ങക്ക്. ഞാൻ അവിടെ ഇതാക്കണ്ട ചെള്ളാണോ എന്നാ പറിച്ച് രക്ഷിക്കും. ചികിത്സയിൽ നിന്നും രക്തം ഊറ്റി കുടിച്ച പാരസൈറ്റ്സ് ആണിത്.
അതിന് ഞങ്ങൾ നിഷ്ക്രൂരമായി നമ്മുടെ സ്വന്തം പ്രസാദ് ഡോക്ടർ ഇനി മുതൽ വെറ്റിനറി ഡോക്ടർ പ്രസാദാണ് ഈ ഫിഷ് ട്രാപ്പ് യൂസ് ചെയ്ത് ഞങ്ങളൊരു മീനിന്റെ ജീവൻ രക്ഷിച്ചു ഗൈസ്. ആ പാരസൈറ്റിനെ കൊന്നുകളെ പ്രസാദാ. ചെളുക്കയിൽ നിന്നും വെള്ളത്തിൽ ജീവിക്കുന്ന പാരസൈറ്റിനെ നമ്മൾ പുറത്തേക്ക് എറിഞ്ഞു കളയണം ഗൈസ്. റിലീസ് ചെയ്യാട്ടോ. മീനെ റിലീസ് ചെയ്യണേ. അങ്ങനെ ഒരു മീൻ ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊള്ളുന്നു. ഞങ്ങളങ്ങനെ നന്മയുള്ള ഒരു ലോകത്തെ നന്മയുള്ള ഒരു ലോകത്തെ പ്രതിനിധീകരിക്കുന്ന യുവാക്കളാണ് ഞങ്ങൾ. ഈ സമൂഹത്തിനോട് ഞങ്ങൾക്ക് ഒരു പ്രതിബദ്ധതയുണ്ട്. അപ്പൊ ഇതുപോലുള്ള അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മീനിനൊക്കെ ഒന്ന് റെസ്ക്യൂ ചെയ്യുക. ഇനി ഞങ്ങളുടെ കൂടെ എപ്പോഴും ചെയ്യപ്പെടും. ഇത് ഞങ്ങളുടെ നേതൃത്വം നൽകിയത് നമ്മുടെ ഡ്യൂപ്പ് വെറ്റിനറി. ഇന്നത്തോടെ ഇയാള് വെറ്റിനറി കിട്ടിയിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ പ്രസാട്ടാ? കുറെ പൈസ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ കുഞ്ഞനതിഥിയാണ്. ആരല്ലോ ഇവിടെ ആരടാ? അത് എലിയാണോ പൊട്ടാ? എലേനെ കണ്ടിട്ട് 2 പൊട്ടന്മാർ നിങ്ങളാണോ ഫിഷിംഗ് ഫ്രീക്സ്? ഞങ്ങക്ക് ഓരോ ചലഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ചലഞ്ചാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോണ്ടേ? അതൊന്നും വീഡിയോ യൂസ് ചെയ്തില്ല. ക്യാമറാമാൻ പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ചിക്കു ആൻഡ് നന്ദു. പ്രസാദിന്റെ തലടിച്ചു ഗൈസ്. ആകെ ഒരു ഉണ്ണി തലയുള്ള തല കുറച്ച് ബുദ്ധി ഇടിച്ചു. ഉണ്ണി തലയിൽ ഡാമേജ് ആയി പോയി. പ്രസാദിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ക്ലിയർ ആക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട്. വി ആർ എക്സ്പ്ലോറിംഗ് ഗൈസ്. എന്ത് ചെറ്റത്രയും കാണിക്കാച്ചാലും കൂടെ നിക്കണ കുറച്ച് ആൾക്കാരില്ലേ, അതാണിത്. ആ ചെറ്റകളാണ് ഇതൊക്കെ. നാടിന്റെ ഭാഗം പോലെ ആയില്ലോ. ഇനിയും ഒരുപാട് ശരിക്കും പറയുന്നത് സിറ്റിയാണോ സിറ്റിയാണ്. കാരണം ഇവിടെ കിൻഫ്ര ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ ഹിന്ദു പേപ്പർ. 80 കിലോമീറ്റർ പോയ മെഡിക്കൽ കോളേജ് ഉണ്ട്. 80 കിലോമീറ്റർ 20 കിലോമീറ്റർ 18. അപ്പം തൊട്ട് മുകളിലേക്ക് പറഞ്ഞാൽ ഫുൾ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. ഞങ്ങള് ഇൻഡസ്ട്രിയൽ വില്ലേജ് അങ്ങനെ തോന്നി ഞങ്ങളത് അല്ലേ, ഇൻഡസ്ട്രിയൽ പഞ്ചായത്ത്. കുറേ ബിൽഡിങ്സ് കാര്യങ്ങളുണ്ട്. പക്ഷെ കുറച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പക്കാ ഗ്രാമം. മനോഹരമായ പാടവും എല്ലാം എടുത്തെടുത്താണ്. അതുകൊണ്ട് എനിക്ക് എന്റെ നാട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഞാൻ എറണാകുളം ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ മൊത്തം സിറ്റീസാണ്. നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങൾ വളരെ കുറവ് ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അധികം സിറ്റീസിലാണ് ഉണ്ടാവാറ്. അപ്പം എനിക്കെൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ മൊത്തത്തിൽ എല്ലാ ഫീലും കിട്ടാറുണ്ട്. അതാണ് ഞാൻ എൻ്റെ നാടിനെ അത്ര ഇഷ്ടപ്പെടുന്നത്. ഇന്നിപ്പോ സിറ്റി പോകണം, ഞങ്ങൾ സിറ്റി പോകും. ഇനിയിപ്പോ പാടത്തേക്കാണ് പറഞ്ഞത്, പാടത്തേക്ക്. ബീച്ചിൽ പോകണം, ബീച്ചുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ബീച്ചുണ്ട്. കാലിക്കറ്റ് ബീച്ചുണ്ട്, കൊണ്ടോട്ടി ബേപ്പൂർ ബീച്ചുണ്ട്, ചാലിയം, പിന്നെ ചെട്ടിപ്പടി, പരപ്പനങ്ങാടി, ഒരുപാട് ബീച്ച് ഉണ്ട്. അതുപോലെ മലകളുണ്ട്. വായൂര് മല, വയനാട് പോണോ 60 കിലോമീറ്റർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്താണ് ആമസോൺ വ്യൂ പോയിന്റ് ഉണ്ട്, മിനിയൂട്ടി ഉണ്ട്. അങ്ങനെ അവിടേക്ക് ആകുമ്പോൾ പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് പോവാം. മറ്റേതൊക്കെ പൈസ ചെലവ് കുറേ ഉള്ള സ്ഥലം. പണ്ടത്തെ മിനിയൂട്ടി അല്ല, അതും കൂടി പറയും. പണ്ടത്തെ മിനിയൂട്ടി അല്ല, ടൂറിസം വകുപ്പൊക്കെ ആകെ മാറി. അതെ, വളരെ മെച്ചപ്പെട്ട. അതെ, അവിടെ ഒരുപാട് കോടൊക്കെ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ഭയങ്കര നല്ല രസം, നല്ല വൈബ്. അവിടെ നമ്മൾ പോകും. 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുളങ്ങളാണ്. ഇങ്ങനെ വരിക, അവധിയുള്ള ദിവസങ്ങളിൽ രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, ഫ്രണ്ട്സായിട്ട് ഇറങ്ങുക, കുളത്ത് പോവുക, കുളിക്കുക, ചില്ല് ചെയ്യുക, ഉച്ചയ്ക്ക് പിന്നെയും വീട്ടിൽ പോവുക, അമ്മ ഉണ്ടാക്കി തരുന്ന നല്ല ഫുഡ് കഴിക്കുക, ഒന്ന് ഉറങ്ങുക. പിന്നെ അപ്പത്തേക്ക് ആയിരിക്കും ഫ്രണ്ട്സ് വിളിക്കും, ഇതേപോലത്തെ ആയിരിക്കും പള്ളിയിൽ വിളിക്കും. അപ്പൊ അവരുടെ കൂടെ പോവുക. എന്താ പല്ല് പോലും തേക്കാൻ ചിലപ്പോൾ പോവാം. അങ്ങനത്തെ ഒരു സുഖമായ ജീവിതമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഒരു 12-10 മണിയുടെ ഉള്ളിൽ വീട്ടിൽ കയറുക, കിടന്നുറങ്ങുക, പിറ്റേന്ന് റിപ്പീറ്റ്. രാത്രി ഫുഡ് കഴിക്കണം, സോറി മറന്നുപോയി. അങ്ങനത്തെ ചെറിയ ലളിതമായ ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ പ്രസാട്ടാ. ചമ്മല് ഇൻട്രോവേറ്റ് മറ്റേതാ, ഏത് വേട്ടായാലും ഞങ്ങൾ ഓക്കെ എന്നാ പറഞ്ഞത്. ഞങ്ങൾ രണ്ടിൽ പെടുത്താൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് ഒരു വേട്ടുണ്ട്, കമ്പനി ആരോട് മാത്രം നന്നായി സംസാരിക്കുക, എല്ലാത്തോടും ഒരു നിൽക്കണേന് വേറൊരു വേട്ട് എന്ന് പറയും. എന്താ ഞാൻ മറന്നുപോയി. സെൻട്രൽ വേട്ട്. പ്രസാദായിട്ട് സെൻട്രൽ വേട്ട് ആണ്.
അതുപോലെ അപ്പൊ ഞങ്ങള് ക്യാമറ വെച്ച് അപ്പുറത്തേക്ക് പോകണം. ഈ പ്രാവശ്യം ഞാനാണ് ക്യാമറ ഹോൾഡ് ചെയ്യാൻ പോകണം, അതും വൈഡ് ആംഗിളിലാട്ടോ ഷൂട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ ഇവരാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെന്ററിന്റെ ഇതിന്റെ ഒരു ഉള്ളിലുള്ള വീഡിയോ കാണുന്നതാണ്. അല്ല ഞങ്ങൾ അണ്ടർ വാട്ടർ വീഡിയോ എടുക്കും കേട്ടോ ഇതില്. ഈ ഫോൺ വെച്ച് നമുക്ക് അണ്ടർ വാട്ടർ വീഡിയോ നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. അയ്യോ ഞാൻ പോയി. അപ്പം നമുക്ക് ആദ്യം കുളമൊക്കെ കാണിച്ചിടാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കുളം. മഴ പെയ്യാൻ കേട്ടോ, അതിന്റെ ഒരു മഴക്കാറാണ് കാണുന്നത്. 35 ആൽമരം വലുതായിട്ട് അതിന്റെ വള്ളിയിലാണ് ഞങ്ങൾ പിടിച്ച് ഇനി ഇങ്ങോട്ടേ. ഈ പ്രായം കൂടാൻ പോലെ താസനാവും ഞങ്ങള് വള്ളി പിടിച്ച്. പക്ഷെ ഈ മരം നല്ല വലിയ ആലല്ലേ നിറ, അത് പൊട്ടിയതാന്ന് തോന്നുന്നു അല്ലേ? പൊട്ടി സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾ അപ്പുറത്തേക്ക് നീന്താൻ പോകുന്നത്. വൈഡിലാണ് കേട്ടോ. റെഡി, മെല്ലെ നീന്തൽ, വെള്ളം കയറും. എല്ലാരും ഇന്നും തീർത്തേ ബാക്ക് വൈഡാ പൊട്ടാ, നമ്മളെ കാണൂല. പിന്നെ ഇതാരും അനുകരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹൈലി എന്താടാ, ഇൻഫ്ലേമബിളോ പട്ടി കാല് പിടിക്കണ പൊട്ടാ. ഹൈലി റിസ്കി ഷോട്ട്സ് ആണ് ഞങ്ങള്. പക്ഷെ ഇതിന് വലിയ ആഴമൊന്നും കേട്ടോ. ഈ കുളത്തിന് ഞങ്ങളെ അറിയാം. സ്വിമ്മിങ് ക്ലാസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പ്രസാദേട്ടൻ അവനെ നീന്താൻ പഠിപ്പിക്കുക. പ്രസാദ് റെഡി? ടെസ്റ്റാണ്. ഈ മനുഷ്യനെ എങ്ങനെ നോക്കിയിട്ടും കിട്ടില്ല. അപ്പൊ ഒന്നുകൂടി പോയി. അപ്പോൾ ഗായ്സ് കുളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി മാറ്റുക, അപ്പം തന്നെ ഇറങ്ങുക, പിന്നെ എവിടെയാ ഷാപ്പ് പോവുക, അടിപൊളി ഫുഡ് കഴിക്കുക. ഞങ്ങളിവിടെ തൊട്ടടുത്ത് അടിപൊളി ഷാപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കുക. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ